TVK ഈ പറഞ്ഞതുപോലെ അരനൂറ്റാണ്ട് കാലത്തോളം തമിഴ്നാട്ടിൽ സഖ്യമുണ്ടായിരുന്ന TVKയെ ഇത്ര വേഗം തിരിഞ്ഞുകൊത്തി TVKയ്ക്കൊപ്പം പോയ കോൺഗ്രസ് മറ്റിടങ്ങളിലും ഇതേ നിലപാട് സ്വീകരിക്കുമോ എന്ന ചോദ്യമായിരിക്കും സ്വാഭാവികമായും മറ്റു പാർട്ടികളിൽ നിന്നുണ്ടാവുക. കഴിഞ്ഞ ദിവസം അഖിലേഷ് യാദവ് മമതാ ബാനർജിയെ കൊൽക്കത്തയിലെത്തി കണ്ടിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള കൂടിയാലോചനകൾ മറുഭാഗത്ത് നടക്കുന്നുമുണ്ട്. നമ്മൾ ഈ പറഞ്ഞതുപോലെ പാർലമെന്റ് സമ്മേളനത്തിലെ നിലപാടിനപ്പുറം ഇനി ഇതാ ഏതാനും വർഷങ്ങൾ മാത്രമാണ് അടുത്ത തെരഞ്ഞെടുപ്പിനുള്ളത്. അതിനു മുൻപ് കോൺഗ്രസിന് ഈ ചെറുപാർട്ടികളുടെയൊന്നും പിന്തുണയില്ലാതെ നിലനിൽപ്പ് അസാധ്യമായിരിക്കുമെന്ന് ഉറപ്പാണ്. പലയിടങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ളതും ഈ ചെറുപാർട്ടികളുടെ പിന്തുണയോടെയാണ്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ദേശീയ തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തും. പല സംസ്ഥാനങ്ങളിലേക്കും ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ അത് കോൺഗ്രസിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല, അല്ലേ സുനിൽ? വിനീത, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. നമുക്കറിയാം, BJPയെ ദേശീയതലത്തിൽ അധികാരത്തിൽ നിലനിർത്തുന്നത് ഹിന്ദി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പിന്തുണയാണ്. ആ സംസ്ഥാനങ്ങളിൽ BJPയുമായി നേരിട്ട് മത്സരിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടി കോൺഗ്രസ് ആകുമ്പോഴും ഈ കോൺഗ്രസിന് അവിടെയൊന്നും തന്നെ ഒറ്റയ്ക്ക് വിജയിച്ചു വരാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയില്ലാതെ ഇപ്പോൾ റായ്ബറേലിയിലും അമേഠിയിലും, അതായത് കോൺഗ്രസിന്റെ കുത്തക മണ്ഡലങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റായ്ബറേലിയിലും അമേഠിയിലും പോലും വിജയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്. അതേ രാഷ്ട്രീയ സാഹചര്യമാണ് കോൺഗ്രസ് ബീഹാറിൽ നേരിടുന്നത്. അതേ രാഷ്ട്രീയ സാഹചര്യമാണ് കോൺഗ്രസ് മറ്റ് പല സംസ്ഥാനങ്ങളിലും നേരിടുന്നത്. അതേ രാഷ്ട്രീയ സാഹചര്യമാണ് കോൺഗ്രസ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നേരിടുന്നത്. അപ്പോൾ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന പല സംസ്ഥാനങ്ങളും കൈവിട്ടുപോയി. അവിടെയൊക്കെ തന്നെ പ്രാദേശിക പാർട്ടികളുടെ പിൻബലമില്ലാതെ അധികാരത്തിലെത്താൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യമാണ് കോൺഗ്രസ് നേരിടുന്നത്. അപ്പോഴാണ് ഇപ്പോൾ DMK ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ, ഒരു പുതിയ പാർട്ടി വന്നപ്പോൾ ആ പാർട്ടിക്ക് പിന്നാലെ കോൺഗ്രസ് കാലുമാറുന്നൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലും സമാന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാൽ കോൺഗ്രസ് ഇതേ നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യതയായിരിക്കും ഈ പാർട്ടികൾ കാണുക. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസുമായി സഹകരിക്കണോ എന്നത് ഇനി മറ്റു പാർട്ടികളൊക്കെ തന്നെ സ്വീകരിക്കാൻ പോകുന്ന ഒരു പുതിയ രാഷ്ട്രീയ നിലപാട് തന്നെയായിരിക്കും. അതിനൊരു പക്ഷേ തുടക്കമാകുന്നതാകും DMK നേതാവ് കനിമൊഴി ഇപ്പോൾ സ്പീക്കർക്ക് നൽകിയിരിക്കുന്ന ഈ കത്ത് എന്ന് പറയുന്നത്. 2017 നമുക്കറിയാം, അന്ന് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും സംയുക്തമായാണ് ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അന്ന് വലിയ പ്രഹരമായിരുന്നു അന്ന് അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധി സഖ്യത്തിന് നേരിടേണ്ടി വന്നത്. അന്ന് തന്നെ അഖിലേഷ് യാദവിനെ കിട്ടിയ രാഷ്ട്രീയ ഉപദേശം എന്ന് പറയുന്നത് കോൺഗ്രസിനൊപ്പം മുന്നോട്ട് പോകുന്നത് ഗുണകരമാകില്ല സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ച് എന്നതാണ്. എന്നിട്ടും അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കോൺഗ്രസുമായി സഖ്യത്തിൽ മുന്നോട്ട് പോകാൻ അഖിലേഷ് യാദവ് തയ്യാറായി. ഏതായാലും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിനെ മാറ്റി നിർത്തി മറ്റ് പാർട്ടികളൊക്കെ തന്നെ ഒന്നിക്കുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യം ദേശീയ തലത്തിൽ ഉരുത്തിരിഞ്ഞു വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അതിനൊരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ കനിമൊഴി നൽകിയിരിക്കുന്ന ഈ കത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിന്റെ ഭാഗമാകാം എന്നതാണ്. ഇനി വരാൻ പോകുന്നത് പാർലമെന്റിന്റെ മഴക്കാല സമ്മേളനമാണ്, വർഷകാല സമ്മേളനമാണ്. ആ സമ്മേളനത്തിലൊക്കെ തന്നെ ഇതിന്റെ ഒരു സൂചനകൾ കണ്ടു തുടങ്ങാൻ സാധ്യതയുണ്ട്. അടുത്ത വർഷം ഇനി ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, ഗുജറാത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. കോൺഗ്രസ് അധികാരത്തിലുള്ള ഹിമാചൽ പ്രദേശും അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ചെറിയ പാർട്ടികൾ ഇനി കോൺഗ്രസിനോട് സഹകരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അങ്ങനെ 2029 വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വലിയൊരു പ്രതിപക്ഷ നിരയെ സജ്ജമാക്കാൻ, അതിന് നേതൃനിരയിൽ നിൽക്കാൻ കോൺഗ്രസ് ആലോചിക്കുമ്പോൾ തീർച്ചയായും ഇതൊക്കെ തന്നെ വലിയ വെല്ലുവിളിയായി കോൺഗ്രസിനെ മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അതാണ് കോൺഗ്രസിനെ ഇല്ലാതാക്കുമെന്ന ക്യാമ്പയിനുമായി BJP മുന്നോട്ട് പോകുമ്പോൾ ഈ ചെറു പാർട്ടികൾ തന്നെയാണ് കോൺഗ്രസിനൊപ്പം നിന്ന് ഇന്ത്യ സഖ്യം രൂപീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ പാർലമെന്റിനകത്തും പുറത്തുമൊക്കെ വലിയ രീതിയിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായിച്ചത്. അതിൽ പ്രധാന പങ്ക് വഹിച്ചത് DMK ആണ്.